സുഹൃത്തുക്കളെ, ഇന്ന് പിടിച്ചു കയറ്റിയ മീനായി കാണുന്നത്. വന്നപാടെ നമ്മൾ കനാലിലിറങ്ങി വലയിട്ടു. നമുക്കിനി ചൂണ്ടയിട്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കാം. നമ്മളിവിടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്പോട്ട് മൊത്തമായിട്ട് പോയി. ഇവിടെ മൊത്തം മഴയും കാറ്റും ഒക്കെ അടിച്ച് നമ്മളിരുന്ന സ്ഥലം കാണാനേ ഇല്ല. പിന്നെ കുറച്ചപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങി. അവിടെ മൊത്തം അടിച്ച് കാടും എല്ലാം തളിച്ച് ഇരിക്കേണ്ട ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ട് ചൂണ്ടയിടാനുള്ള പരിപാടിയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഈ സ്പോട്ട് വിട്ട് മറ്റൊരു സ്പോട്ടിലേക്ക് പോകാനേ തോന്നത്തില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ പരലിൻ്റെ കൊത്തെന്ന് വെച്ചാൽ അങ്ങനത്തെ കൊത്താണ്. അങ്ങനെ ഏകദേശം ഇരിക്കേണ്ട സൗകര്യമൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചൂണ്ടയെറിയലാണ് അടുത്ത പരിപാടി. നമ്മൾ ചൂണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത് മൈദ മാവാണ്. ഇച്ചിരി മീനുള്ള സ്പോട്ടാണ്. പക്ഷെ നമ്മുടെ ഈ സ്പോട്ട് മൊത്തമായിട്ട് മഴ പെയ്ത് കാറ്റൊക്കെ അടിച്ച് മൊത്തമായിട്ട് പോയിട്ടുണ്ട്. ഒന്നടിച്ചിട്ടുണ്ട്. നമുക്ക് മീന് ഇത് പാവലാണ് കേട്ടോ. പാവലാണ് അടിച്ചേക്കണേ. കുറച്ച് പിടിച്ചേക്കാണ്. ഇത്രയും കിട്ടി. മീൻ കിട്ടുന്ന വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും കിട്ടി. നമ്മൾ ചൂണ്ടയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് വലയിട്ടായിരുന്നു. ആ മീൻ വല്ലതും ഉണ്ടാകും, നമുക്കൊന്ന് നോക്കി നോക്കാം. കുറച്ച് മീനൊക്കെ കിട്ടി. കിട്ടിയ മീനുമായി ഞാനങ്ങനെ വീട്ടിൽ എത്തി. കുറച്ച് ചാമ്പലെടുത്തിട്ട് ഞാൻ ക്ലീനിങ് അങ്ങ് തുടങ്ങി. ഇത്തിരി ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ്. അതാ നല്ല പരുവുണ്ട്. ഇത്തിരി സൈസൊക്കെ ഉണ്ട് ഈ മീൻ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. വലയിട്ടതിൻ്റെ കൂടെ 2 കാരി മീനും കൂടെ കിട്ടി. ഒന്ന് ജീവനുണ്ടായിരുന്നു. അതിനെ ഞാൻ എൻ്റെ ഫിഷ് ടാങ്കിലേക്ക് ഇറക്കി വിട്ടു. നല്ല മണം വന്നു തുടങ്ങി. എൻ്റെ വൈഫ് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ സവാളയൊക്കെ അരിഞ്ഞ് നമ്മൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം റെഡിയായി. കോമ്പിനേഷന് വേണ്ടി നമ്മൾ ഇടിയപ്പമാണ് എടുത്തേക്കുന്നത്. ഇടിയപ്പവും മീനും എല്ലാം പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പി. കസിവോക കാരി തുടർന്ന് വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.